നമുക്കിന്നൊരു ടിവി യൂണിറ്റാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഇത് ഞാന് ലേറ്റസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന എന്റെ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്കതൊന്ന് എങ്ങനെയാണ് ചെയ്യണതെന്ന് നോക്കാം. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ കമന്റ് ആയിട്ട് ചോദിക്കുക. അതുപോലെ തന്നെ നമ്മളെ ഇൻസ്റ്റന്റെ ലിങ്കും ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് ഇറക്കാം. ഇത്തരം ഏരിയയിലാണ് എനിക്ക് ടിവി യൂണിറ്റ് വരേണ്ടത്. അപ്പൊ നമുക്ക് ഞാനെപ്പോഴും അറിയാലോ, എൻ്റെ വീഡിയോസ് ഫോളോ ചെയ്യുന്നവർക്ക്, ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് അറിയുന്നുണ്ടാവും, ഞാനെപ്പോഴും സെപ്പറേറ്റ് ഫയലിലാണ് ഫർണിച്ചർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുക്കല്. അപ്പോൾ ഇത്രയും ഏരിയയിലാണ് നമുക്ക് സൈസ് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഒരു റെക്ടാങ്കിൾ വരച്ചിട്ട് അതിനെ ത്രിബിൾ ക്ലിക്ക് ചെയ്തിട്ട് കൺട്രോൾ എക്സ് അടിച്ച് കട്ട് ചെയ്ത് നമ്മളൊരു പുതിയ സ്കെച്ച് ഫയൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വന്നിട്ട് പേസ്റ്റ് ഇൻ പ്ലേസ് അടിക്കുക. ഓക്കെ, ഞാൻ കൺട്രോൾ ഷിഫ്റ്റ് വിയിലോട്ട് അതിനെ അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കൺട്രോൾ ഷിഫ്റ്റ് വി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഷോർട്ട് കട്ട് വെച്ചിട്ടാണ് കൈകാര്യം ചെയ്യല്. ഇനി ഓക്കെ, ഇനി നമുക്ക് ക്ലയന്റ് റെഫറൻസ് തന്നിട്ടുണ്ട്. റെഫറൻസ് ഒന്ന് ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യാം. സ്കെയിൽ ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, ഇത് എഞ്ചിനീയർ തന്നതാണ്. ഇതിനകത്ത് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് മോഡൽ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ. പക്ഷേ ഈ ഒരു വുഡിന്റെ പാനൽ അടിച്ചിട്ടുള്ളത് അവർക്ക് ലൂവർ പാനൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടുന്ന ലൂവർ വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു രണ്ടടിന്റെ രണ്ട് സൈഡിൽ രണ്ടടി ലൂവർ പാനൽ കൊടുക്കുക. അപ്പൊ നമുക്ക് തൽക്കാലം ഇതിന്റെ ഒരു കോപ്പി എടുത്ത് ഒരു 60 സെന്റിമീറ്റർ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് വെക്കുക. ഇതിന് മൊത്തത്തിലൊന്ന് ത്രിബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഗ്രൂപ്പ് ചെയ്യുന്ന എപ്പോഴും നല്ലതാണ്. കാരണം എന്താ പറയാ, അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അതിനുശേഷം ഈ ഒരു സംഭവം ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ ജി, ഐ മീൻ ഗ്രൂപ്പ് ചെയ്യുക. അതിനുശേഷം കട്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം അവിടെ തന്നെ പേസ്റ്റ് ഇൻ പ്ലേസ് അടിക്കുക. ഞാൻ ആക്ച്വലി ഒക്കെ ഷോർട്ട് കട്ടാണ് പറയുന്നുണ്ടാവും. ആർക്കെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ, ഞാൻ എന്താണ് ചെയ്യണമെന്ന് ഞാൻ ജസ്റ്റ് പറയും ചെയ്യാം. എനിവേ, പേസ്റ്റ് ഇൻ പ്ലേസ് അടിച്ചു. അത് ഇവിടെ എഡിറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ പേസ്റ്റ് ഇൻ പ്ലേസ് പറഞ്ഞ ഓപ്ഷൻ കാണും. കൺട്രോൾ ഷിഫ്റ്റ് വിയിലോട്ട് ഞാനത് അസൈൻ ചെയ്തിരിക്കുകയാണ്. എനിവേ, ഞാൻ ഇതിനൊന്ന് ഒരു 2.5 സെന്റിമീറ്റർ തിക്നെസ് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിനെ മേക്ക് എ കോമ്പോണന്റ് ആക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു ബാക്ക് പാനൽ, ഐ മീൻ നമ്മൾ അവിടുന്ന് അളവ് എടുത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു ഫേസ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് ഇങ്ങോട്ടേക്ക് ഒരു 60 സെന്റിമീറ്റർ മൂവ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഇത് സെലക്ട് ചെയ്തിട്ട് മിറർ ചെയ്ത് എപ്പുറത്തോട്ട് എൻ്റെ കോപ്പി എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് 2023 മുതലുള്ള സ്കെച്ചപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻബിൽട്ട് ആയിട്ടുള്ള മിറർ ടൂൾ കാര്യങ്ങളുണ്ടാവും. ഞാൻ 22 യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് ഇല്ല. അപ്പൊ ഞാൻ നമ്മുടെ JHS പവർ ബാർ പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്ലഗിനകത്തുള്ള ഈ ഒരു മിററാണ് യൂസ് ചെയ്യുന്നത്. ഞാനത് ആക്ച്വലി കൺട്രോൾ എമ്മിലോട്ട് അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിന്റെ വർക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ഇത് ഇവിടുന്ന് സെലക്ട് ചെയ്യുക. ഞാൻ മിറർ ടൂൾ യൂസ് ചെയ്തിട്ട് ഈ ഒരു ഫേസിന്റെ സെന്റർ ക്ലിക്ക് ചെയ്തിട്ട് മുകളിലോട്ട് ബ്ലൂ ആക്സസിലോട്ട് ഒരു ക്ലിക്ക് കൊടുക്കുക. അതിനുശേഷം ഈ റെഡ് ആക്സസ്, ഇത് കണ്ട് ഈ ഒരു ലൈൻ ഉണ്ടല്ലേ, റെഡ് ആക്സസ്, അതിലോട്ട് ഐ മീൻ ഇതിങ്ങനെ വെക്കുമ്പോൾ നമുക്ക് കളർ ഇങ്ങനെ അറിയാൻ പറ്റും, ഗ്രീന്, റെഡ്, ബ്ലൂ എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ ഈ റെഡ് ആക്സസിലോട്ട് ഒരു ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ കോപ്പി ഇങ്ങോട്ടേക്ക് വരും. നമുക്ക് അതിനൊരു കളർ അപ്ലൈ ചെയ്യാം. ഇതിപ്പോ കമ്പോണന്റിന്റെ പുറത്താണ് നമ്മൾ കളർ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വരുന്നത്. അപ്പൊ നമ്മൾ ട്രിപ്പിൾ ക്ലിക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടാണ് ഐ മീൻ ഈ കമ്പോണന്റിന്റെ അതല്ല ഈ ഗ്രൂപ്പിന്റെ ഉള്ളിലാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇപ്പുറത്തോട്ട് അത് അപ്ലൈ ആവും. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ലൂവർ ഒന്ന് ലോഡ് ചെയ്യണം. ഓക്കെ, ഞാൻ ഈ ഒരു ലൂവറാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് അതിന്റെ സൈസ് ഒന്ന് കുറക്കണം. 15 ഹൈറ്റ് കൊടുക്കുക. അതിനുശേഷം ഈ ലോക്ക് എന്നുള്ള ബട്ടൺ ഒന്ന് അൺലോക്ക് ചെയ്യുക. അതിനുശേഷം ഒരു 120 ഹൈറ്റ് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇതിനൊന്ന് പൊസിഷനൊക്കെ ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ഡി ഇന്റർലക്സ് പറഞ്ഞ കമ്പനിന്റെ ലൂവറാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് സാധനമാണെങ്കിലും യൂസ് ചെയ്യാം. എപ്പോഴും മാക്സിമം നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന സംഭവം തന്നെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ക്ലയന്റിന് കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ് ഇത് ചെയ്തിരിക്കുന്നത്, അതല്ലെങ്കിൽ നമ്മൾ ചെയ്ത വർക്ക് സൈറ്റിൽ ചെയ്യാൻ പറ്റുന്നുള്ള കോൺഫിഡൻസോട് കൂടിയിട്ട് തന്നെ നമുക്ക് വർക്ക് കൊടുക്കാൻ പറ്റും. അതിനുശേഷം ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഫേസ് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ടെക്സ്ചറിനകത്ത് പോയി കഴിഞ്ഞാൽ പൊസിഷൻ എടുത്തിട്ട് അതിനൊന്ന് ജസ്റ്റ് ഓക്കെ. ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ ഒരു പാനലിന്റെ സൈസ് വരെ 15 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്കൊരു 15 സെന്റിമീറ്റർ ഒന്ന് മാർക്ക് ചെയ്തതിനു ശേഷം നമുക്ക് ഈ ഒരു ലൈൻ ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് ഇങ്ങോട്ടൊക്കെ വെക്കുക. ലൈൻ കോപ്പി ചെയ്യാനൊക്കെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാൻ തോന്നുന്നുണ്ട്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. കൺട്രോൾ പ്രസ് ചെയ്തിട്ട് മൂവ് ചെയ്താൽ മതി. അതിനുശേഷം എക്സ്ട്രാ വന്നിട്ടുള്ള പീസ് ഒന്ന് ഡിലീറ്റ് ആയി കളയുക. എന്നിട്ട് നമുക്ക് ഇതിനൊന്ന് അലൈൻമെന്റ് കാര്യങ്ങളൊന്ന് സെറ്റ് ആക്കി വെക്കണം.
ഓക്കെ. ഈ ചില കേസിൽ നമുക്ക് പലരും എന്നോട് സംശയമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതായത് ചില കേസിൽ ഈ ടെക്സ്ചർ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്കിവിടെ കാണൂല. ഓക്കെ. അപ്പൊ എന്ത് ചെയ്താൽ മതി വെച്ച് കഴിഞ്ഞാല് ഈ സെയിം ടെക്സ്ചർ അവിടുന്ന് സെലക്ട് ചെയ്യുക. ഈ പിക്കർ എടുത്ത് സെലക്ട് ചെയ്യുക. അതല്ലെങ്കിൽ കീബോർഡിനകത്ത് ഈ കളറിന്റെ പെയിന്റ് ബക്കറ്റിൽ വന്നിട്ട് കീബോർഡിനകത്ത് ആൾട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാലും ഈ ഇത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അതിന് ശേഷം ഇതൊന്ന് സെലക്ട് ചെയ്തിട്ട് അവിടെ തന്നെ ഒന്ന് അപ്ലൈ ചെയ്താൽ മതി ട്ടോ. അപ്പൊ ഈ ടെക്സ്ചർ എന്ന് പറഞ്ഞ ഓപ്ഷൻ അവിടെ എനേബിൾ ആയിട്ട് വരും. ഓക്കെ. അതിനുശേഷം ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതിന്റെ സൈസ് ഒരു 13 ആയി കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ലൈൻ സെലക്ട് ചെയ്ത് ഇവിടെ വെക്കുക. അതിന്റെ കോപ്പി എടുക്കുക. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ഒരു സ്പേസിനെ ഡിലീറ്റ് ആയി കളഞ്ഞിട്ട് ഇതിനൊന്ന് സ്കെയിൽ ചെയ്ത് ഈ ഒരു ലെവലിൽ വെച്ചിട്ടുണ്ട്. ഒരു 15 സെന്റിമീറ്ററിന്റെ ഇത് വലിയ ഇമ്പോർട്ടന്റ് ആണോ വെച്ച് കഴിഞ്ഞാൽ അത്ര വലിയ ഇമ്പോർട്ടന്റ് അല്ല. എന്നിരുന്നാൽ കൂടി നമുക്ക് സെയിം സാധനം ആകുമ്പോൾ റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടും, ഡയറക്റ്റ് വാങ്ങാൻ കിട്ടും. എന്നിട്ട് അതിന് 2 സെന്റിമീറ്റർ ബാക്കിലോട്ട് പുഷ് ചെയ്യുക. അതിനുശേഷം ഇതിനെ ട്രിപ്പിൾ ക്ലിക്ക് ചെയ്തിട്ട് മേക്ക് എ കോമ്പോണന്റ് ആക്കുക. അതായത് ഓരോ പാനലും സിംഗിൾ കോമ്പോണന്റ് ആക്കുക. അതിനുശേഷം ഇതിന്റെ കോപ്പി എടുത്ത് ഇവിടെ വെച്ചിട്ട് 3x അടിക്കുക. അപ്പൊ കറക്റ്റ് പാനലിങ് കാര്യങ്ങൾ കറക്റ്റ് കിട്ടും നമുക്ക്. നമുക്ക് ഇതിന്റെ ഹൈറ്റ് ഒന്നും കൂടി കൂട്ടണം. ഒരു 200 ആയി കൊടുക്കാം. ഓക്കെ. അപ്പൊ ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിന്റെ ഈ സെന്റർ പീസിന് നമുക്കൊരു 1 സെന്റിമീറ്റർ, ഒരു 0.1 mm ഒക്കെ തിക്നെസ് കൊടുക്കുക. ജസ്റ്റ് അതിന്റെ ആവശ്യമില്ല. നമുക്ക് വാളിൽ ഡയറക്റ്റ് പാനൽ കൊടുത്താലും മതി. അതിപ്പോ സെപ്പറേറ്റ് ഫയലിൽ ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഓക്കെ. പക്ഷേ ജസ്റ്റ് അതിനൊന്ന് ഐസൊലേറ്റ് ചെയ്തിട്ട് ഇതിന്റെ സെന്റർ ഭാഗം ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴോട്ട് ഒരു ലൈൻ വരയ്ക്കുക. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്ചർ കൊടുക്കുമ്പോൾ ഇവിടെ മാർബിളിന്റെ ടെക്സ്ചർ ആണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഈ മാർബിളിന്റെ ടെക്സ്ചർ ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് 2 പാനൽ എന്തായാലും വേണ്ടി വരും. ഒരു പാനൽ സിംഗിൾ പാനലായിട്ട് കൊടുക്കാൻ കഴിയില്ല. അപ്പൊ പിന്നെ നമുക്ക് ടെക്സ്ചർ ഒന്നും കൂടി അലൈൻമെന്റ് കാര്യങ്ങൾ സെറ്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമുക്കൊരു കളർ അപ്ലൈ ചെയ്യുക. അതിൽ എഡിറ്റിൽ വന്നിട്ട് നമുക്കൊരു മാർബിളിന്റെ പാനൽ PC പാനൽ സെലക്ട് ചെയ്യുക, ഇമ്പോർട്ട് ചെയ്യുക. ഇത് ഞാൻ ഡി ഇന്റർലെക്സ് എന്ന കമ്പനിന്റെ തന്നെ പാനലാണ് ചൂസ് ചെയ്യുന്നത്. നമുക്കിത് അവരുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതൊക്കെ അവൈലബിൾ ആണ്. ഡൗൺലോഡ് ചെയ്യാൻ കാറ്റലോഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നോക്കിയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതുപോലെ സെറ്റ് ആക്കി വെച്ചാൽ മതി. ഇതിന്റെ സൈസ് നമുക്കൊന്ന് അറേഞ്ച് ചെയ്യണം. ഒരു 120 വിഡ്ത്തും ഒരു 240 ഹൈറ്റും ആണ് വരുന്നത്. അതിനുശേഷം ഇതിനെ ടെക്സ്ചർ കാര്യങ്ങളൊക്കെ ഒന്ന് പൊസിഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് വെക്കാം. ഓക്കെ. അപ്പൊ അങ്ങനെയാണ് പാനൽ കാര്യങ്ങൾ വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ക്യാബിനറ്റ് കാര്യങ്ങളൊന്ന് സെറ്റ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഈ ലൈന് കാര്യങ്ങളൊക്കെ ഒന്ന് ഡിലീറ്റ് ആക്കുന്നുണ്ട്. എഡിറ്റിൽ വന്നിട്ട് ഡിലീറ്റ് ഗൈഡ് ലൈൻ കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിന്റെ ഇവിടുന്ന് ജസ്റ്റ് ആദ്യം ഒരു റെക്ടാങ്കിൾ വരയ്ക്കുക. അതിനൊരു 20 സെന്റിമീറ്റർ ഒരു 100 എന്ന് കൊടുത്തിട്ട് റെക്ടാങ്കിൾ വരയ്ക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് അളവെടുക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. അതിനെ ഇവിടെ താഴെ കൊടുന്ന് വെച്ച് ഒരു 15 സെന്റിമീറ്റർ മുകളിലോട്ട് മൂവ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 40 വിടുത്ത് കൊടുക്കുക. ഇവിടെ നേരെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് വെക്കുക, അല്ല പുഷ് ചെയ്ത് വെക്കുക. ഇങ്ങോട്ട് 2 സൈഡിലോട്ടും പുഷ് ചെയ്ത് വെച്ചിട്ട് ഒരു 20 സെന്റിമീറ്റർ നമുക്ക് ഗ്യാപ്പ് കൊടുക്കുക. അതായത് ഇവിടെ കാണുന്ന ഈ ഗ്യാപ്പ് ഇല്ലേ, നമുക്കൊരു 20 സെന്റിമീറ്റർ 2 സൈഡിൽ നിന്നും കൊടുക്കുക. ട്രിപ്പിൾ ക്ലിക്ക് ചെയ്തിട്ട് അതിനെ ഗ്രൂപ്പ് ചെയ്യുക. ഓക്കെ. ഇനിയിപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാല് മുകളിൽ വരുന്ന പീസ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്കത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ 20 സെന്റിമീറ്റർ ഹൈറ്റിലാണ് ചെയ്യുന്നത്. പിന്നെ എഞ്ചിനീയർ എന്താണ് പറഞ്ഞു നോക്കിയിട്ട് ഞാൻ ചിലപ്പം അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ. ഓക്കെ. അപ്പൊ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഇതിനെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുക. ഈ മുകളിലത്തെ പീസ് സെലക്ട് ചെയ്തിട്ട് താഴോട്ടേക്ക് ഒരു 2 സെന്റിമീറ്റർ പുഷ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഇത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും, താഴെയും പീസ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക്
ഇവിടെ വന്നിട്ട് 2 സെന്റിമീറ്റർ ഓഫ്സെറ്റ് ചെയ്യുക. അതിന്റെ ബാക്കിലോട്ട് 2 സെന്റിമീറ്റർ പുഷ് ചെയ്യുക. ഇത് നേരെ ഇങ്ങനെ മുകളിലോട്ട് പുഷ് ചെയ്ത് വെക്കുക. അപ്പൊ ഇങ്ങനെ കട്ടായി പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കൊരു ലൈന് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ ജോയിൻ ആവും കേട്ടോ. ശേഷം ഇതിനൊന്ന് ഈ ഗ്രാസ് സ്കെയിൽ വരികയാണ്, ഈ ഗ്രാസ് കളറിലാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും അതിനെ റിവേഴ്സ് ഫേസ് ആയിരിക്കണം. കാരണം അതല്ലാന്നുണ്ടെങ്കിൽ റെൻഡറിങ്ങിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ബുദ്ധിമുട്ട് മീൻസ് അത് കറക്റ്റ് നമ്മളെ മെറ്റീരിയൽ ഒന്നും കറക്റ്റ് വർക്ക് ചെയ്യില്ല റെൻഡർ ചെയ്യുന്ന സമയത്ത് കേട്ടോ. അപ്പൊ ഈ ഒരു രീതിയിൽ വരച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ സെൻട്രൽ ഭാഗം ഈ ഒരു ഫേസ് സെലക്ട് ചെയ്തിട്ട് Ctrl+C അടിച്ച് ഞാൻ കോപ്പി ചെയ്യുന്നുണ്ട്. അതിനുശേഷം Ctrl+Shift+V അടിച്ച് അവിടെ തന്നെ പേസ്റ്റ് ചെയ്യാണ്. അതിനുശേഷം ഈ മുകളിലത്തെ, അതായത് പിന്നെ ഈ ഷട്ടർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത്. അതായത് ഇവിടെ 3 ഷട്ടർ കണ്ടില്ല കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇതിന്റെ സൈഡിൽ ഒരു ചെറിയ ഗ്യാപ്പ്, എല്ലാ ഷട്ടറിന്റെ സൈഡിൽ ഇങ്ങനെ ഒരു ചെറിയ ഗ്യാപ്പ് കാണിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എഫ് അടിക്കുക, അതായത് ഫോളോ മീ ടൂൾ എടുത്തിട്ട് ഒരു ഓൾമോസ്റ്റ് ഒരു 1 mm ഗ്യാപ്പ് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ട് ഈ സെന്റർ ഭാഗത്തിനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെന്റർ ഭാഗം മാത്രം സെലക്ട് ആവും. അതിനെ ഗ്രൂപ്പ് ചെയ്യുക. അതിനുശേഷം എക്സ്ട്രാ പുറത്തു കൂടെ വരുന്ന പീസ് ട്രിപ്പിൾ ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ആയി കളയാം. ഇനിയിപ്പോ നമുക്ക് ഇതിനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തതിനു ശേഷം ഈ ലൈൻ സെലക്ട് ചെയ്യുക. അതായത് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈന് സെലക്ട് ആവും. അത് ഇവിടുന്ന് ഇങ്ങനെ കോപ്പി എടുത്തിട്ട് ഇവിടെ കൊടുന്ന് വെച്ചൊരു by 4 അടിക്കുക. ഇതിന്റെ അളവ് ഞാനൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് എത്ര സൈസ് വരുന്നുണ്ട്. ഓക്കെ, 60 സെന്റിമീറ്റർ 59 സെന്റിമീറ്റർ വരുന്നുണ്ട്. അപ്പൊ അത് ഓക്കെയാണ്. ഇപ്പൊ 4 ഡോർ വരുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അതിനുശേഷം ഈ ഒരു ലൈന് മാത്രം സെലക്ട് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് ഒരു 0.2 2 mm ഗ്യാപ്പ് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു എക്സ്ട്രാ വരുന്ന ലൈന് കാര്യങ്ങളൊക്കെ ഒന്ന് ഡിലീറ്റ് ആയി കളഞ്ഞിട്ട് ഇതിനെ നമുക്ക് 2 സെന്റിമീറ്റർ പുഷ് ചെയ്യുക, പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്യിക്കുക. അതിനുശേഷം ട്രിപ്പിൾ ക്ലിക്ക് ചെയ്യുക, അതിനെ മേക്ക് എ കോമ്പോണന്റ് ആക്കുക. ഈ ഒരു പോയിന്റിൽ, അതായത് ഈ എൻഡിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് by 3 അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ 4 കോപ്പി നമുക്ക് അവിടെ ഓൾറെഡി കിട്ടും. അതിനുശേഷം നമ്മൾ ബാക്കിൽ വരുന്ന എക്സ്ട്രാ ഫേസ് കാര്യങ്ങളൊന്ന് ഡിലീറ്റ് ആയി കളയാം. അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് അവിടെ ഡോറ് കാര്യങ്ങൾ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് വേണ്ടത് ഹാൻഡിലാണ്. ഹാൻഡിൽ നമുക്ക് 3D Warehouse-ന്നോ ഒക്കെ ഡൗൺലോഡ് ചെയ്തേക്കാം. ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചതുണ്ടാവും, ഞാൻ ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാനൊരു ഹാൻഡിൽ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സെയിം ഹാൻഡിൽ അല്ല, എന്നാലും ഏകദേശം നമുക്കിത് മതിയാവും. ഓക്കെ, ഇനി ജസ്റ്റ് ഒന്ന് അലൈൻമെന്റ് കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ആക്കി, ഒന്ന് സ്കെയിലിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ആക്കി വെക്കുക. ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്ത് ചെറുതാക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം അതിനെ Ctrl+X അടിച്ച് കട്ട് ചെയ്യുക. നമ്മള് കോമ്പോണന്റിന്റെ ഉള്ളിൽ വന്നിട്ട് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കറക്റ്റ് കിട്ടും. ഓക്കെ, 2 ഹാൻഡിലൊക്കെ കൊടുത്തിട്ടുണ്ട്, ഡെമ്മി ആയിട്ട് കൊടുത്താൽ നമുക്കതൊന്നും ആവശ്യമില്ല. ഓക്കെ, ഇനി ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ കളറിങ്ങിലോട്ട് കിടക്കണം. ഐ മീൻ ഈ വുഡ് കാര്യങ്ങൾ കൊടുക്കണം. അതിന് വേണ്ടി ജസ്റ്റ് ഒരു കളർ അപ്ലൈ ചെയ്യുക. സെയിം കളറിന് ഡോറിനും വരുന്നുണ്ട്. വേറൊരു കളറും കൂടി എടുത്തിട്ട് നമുക്ക് ഈ ഒരു മുകളിലത്തെ പീസിന് മാത്രം ഒന്ന് അപ്ലൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഈ മുകൾ ഭാഗം മാത്രം സെലക്ട് ചെയ്തിട്ട് അപ്ലൈ കൊടുക്കുക. അതിനുശേഷം ഇതിന്റെ എഡിറ്റിൽ വന്നു കഴിഞ്ഞാൽ അതിനുശേഷം ഇവിടെ വന്നിട്ട് ഈ HLS തന്നെയാണെന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം L 100 ആക്കിയിടുക, സാച്ചുറേഷൻ 0 ആക്കിയിടുക. അപ്പോൾ വൈറ്റ് ആയിട്ട് മാറിക്കോളും. ഇനിയിപ്പോ നമുക്ക് ഈ ഒരു വുഡിന്റെ കളറിലോട്ട് ഒരു ടെക്സ്ചർ ലോഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ ഒരു ഈ ഒരു വുഡാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മളെ പിന്നെ മെറീനോന്റെ തന്നെ ലാമിനേഷൻ ആണ് കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഇതിന്റെ ടെക്സ്ചറിങ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. ടെക്സ്ചറിങ് മീൻസ് ഇപ്പൊ ഈ ഒരു താഴെ ഭാഗത്ത് ഇങ്ങനെ മുകളിലോട്ടല്ല നിൽക്കുന്നത്. അപ്പൊ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഈ കോർണറിന് ഈ ഒരു കോർണറിലോട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. അത് സെയിം ലൈന് ഇവിടെ വന്നിട്ടും വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് സെപ്പറേറ്റ് പീസ് ആവും. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ടെക്സ്ചറിൽ വന്നിട്ട് പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ റൊട്ടേറ്റ് ആവുന്ന ഓപ്ഷൻ ഉണ്ടാവും. അത് 90 ഡിഗ്രി കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് റൊട്ടേറ്റ് ആവും. എന്നിട്ട് ഈ ഒരു ടെക്സ്ചർ തന്നെ അവിടെ കോപ്പി ചെയ്തിട്ട് ഇപ്പൊ ഈ ഡോറിന്റെ ടെക്സ്ചർ ഇങ്ങനെ മുകളിലോട്ടല്ലേ നിൽക്കുന്നത്. അപ്പൊ ട്രിപ്പിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ അപ്ലൈ ചെയ്യാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ടെക്സ്ചർ കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോ നമുക്ക് TV ഒന്ന് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, അതിന് മുന്നേ സേവ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം TV ഒന്ന് ഇമ്പോർട്ട് ചെയ്യാം.
ഈ ടി വി കാര്യങ്ങളൊക്കെ നമുക്ക് 3D വെയർഹൗസിൽ അവൈലബിൾ ആണ്. ഞാൻ ഇതാ ഇന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ടി വി ആണ്. ഓക്കെ, ഈ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ സെറ്റ് ചെയ്താണ് കേട്ടോ, വാൾപേപ്പർ കാര്യങ്ങളൊക്കെ. എനിവേ ടി വി നമുക്ക് അതിൽ അവൈലബിൾ ആണ്. ശേഷം അതിനെ കോപ്പി ചെയ്ത് ഇവിടെ കൊടുന്ന് വെച്ച് കറക്റ്റ് അലൈൻമെന്റ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ ലൈറ്റിങ് കൊടുക്കണം. പിന്നെ അപ്പോൾ നമ്മൾ ഈ ക്യാബിനറ്റിന്റെ താഴെ ബോട്ടം സൈഡിൽ ലൈറ്റ് വേണം. ഈ ടോപ്പിൽ പിന്നെ നമ്മളിത് 2:10 ഹൈറ്റിലേ ചെയ്യുന്നുള്ളൂ, സീലിങ്ങിലോട്ടും ടച്ച് ചെയ്യിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ടോപ്പിലുള്ള ലൈറ്റ് ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട് എഞ്ചിനീയർ. പിന്നെ നമുക്ക് ഇവിടെ ഇപ്പോൾ ലൈറ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിലേ ഇവിടെ നമുക്കൊരു പീസ് വെച്ച് കവർ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് തൽക്കാലം നമുക്ക് ഇവിടുന്നൊരേ ഒരു 2.5 ഇഞ്ചിന്റെ അല്ലെങ്കിൽ ഒരു 2 സെന്റിമീറ്ററിന്റെ ഒരു പീസ് വരക്കുക. ഇവിടുന്ന് നേരെ താഴോട്ടേക്ക് വരക്കുക. അതിന് ഈ 2.5 സെന്റിമീറ്റർ ഹൈറ്റ് കൊടുക്കുക. അതിനുശേഷം ഇതിലെ ട്രിപ്പിൾ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പ് ചെയ്തിട്ട് ഗ്രൂപ്പിന്റെ ഉള്ളിൽ വന്നിട്ട് ഇവിടുന്ന് ഒരു 1 സെന്റിമീറ്റർ ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ട് ഈ ഒരു ഭാഗത്തിന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഉള്ളിലോട്ട് 1 സെന്റിമീറ്റർ പുഷ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഈ ഗ്രിഡ് ലൈൻ ഒന്ന് ഡിലീറ്റ് ആക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു ടെക്സ്ചറിനെ എടുത്തിട്ട് ഇതിനെ അപ്ലൈ ചെയ്യാം. ഇതിനൊന്ന് ഐസൊലേറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്കിവിടെ എൻസ്കേപ്പിന്റെ ലൈറ്റ് കാര്യങ്ങൾ കൊടുക്കുക. അതിനുവേണ്ടി എൻസ്കേപ്പ് ഒബ്ജക്റ്റ് ഓപ്പൺ എടുക്കുക. അതിനുശേഷം റെക്ടാങ്കിൾ ലൈറ്റ് എടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്കൊരു, അതായത് ഇത് കണ്ടാൽ മനസ്സിലാവും നമ്മൾ ഈ ഒരു ഭാഗത്തോട്ടാണ് ലൈറ്റ് അടിപ്പിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ഇവിടെ ഇങ്ങനെ നമുക്ക് കിട്ടും. മറ്റേ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പരന്ന് പോകും ലൈറ്റ്. ഓക്കെ, ജസ്റ്റ് ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് വെക്കുക. കളറൊന്ന് ഓറഞ്ച് കളർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതിനെ ഇവിടെ പിടിച്ചിട്ട് ഇവിടെ കൊടുന്ന് വെക്കുന്നുണ്ട്. ഒരു ജസ്റ്റ് ഒരു 0.1 ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്ത് വെക്കുക. ഇതിന്റെ കോപ്പി എടുത്തിട്ട് ഇത് ആക്ച്വലി ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമുക്കിപ്പോൾ ഈ ഒരു ലൈറ്റിനെ ഇനി വീതി കുറക്കണം എന്നുണ്ടെങ്കിൽ നടക്കില്ല, കാരണം സ്കെയിലൊന്നും കഴിയുമ്പോൾ വർക്ക് ചെയ്യില്ല. അപ്പം അതിന് ഞാൻ ചെയ്യുന്ന രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു കോപ്പി എടുത്ത് ഇവിടെ കൊടുന്ന് വെക്കും. അതിനുശേഷം ഇതിനെ രണ്ടും കൂടി ഗ്രൂപ്പ് ചെയ്തിട്ട് ആ ഗ്രൂപ്പിനെ ഞാൻ ചെറുതാക്കും. അപ്പം എനിക്ക് പ്രോപ്പറായിട്ട് ചെറുതാക്കാൻ കഴിയാറുണ്ട്. ഓക്കെ, അതിനുശേഷം ഇതിന്റെ കോപ്പി മൾട്ടിപ്പിൾ കോപ്പീസ് എടുത്തിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. ഓക്കെ, അതിനുശേഷം രണ്ടും കൂടി സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യുക, കട്ട് ചെയ്യുക. അവിടുന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ കമ്പോണന്റിന്റെ ഉള്ളിൽ കൊടുന്ന് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ഇവിടെയും വന്നോളും. ഓക്കെ, അപ്പോൾ അവിടെ ലൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെയും ലൈറ്റ് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വെക്കുക. ആക്ച്വലി ഇത്രയും ഏരിയയിൽ ലൂവർ പാനൽ നമ്മൾ സൈറ്റിൽ ചെയ്യുമ്പോൾ ഇതിന്റെ ബാക്കിലുള്ള പാനലൊക്കെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് അവിടെ വെക്കുക. നമുക്കിപ്പോൾ അതിന്റെ ആവശ്യം അവിടെ വരുന്നില്ലല്ലോ. ഇനി ഈ ലൈൻ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് കറക്റ്റാക്കി വെച്ചതിന് ശേഷം 2 സെന്റിമീറ്റർ കൊടുക്കുക. ഈ കളർ ഇവിടെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനുശേഷം റെക്ടാങ്കിൾ ലൈറ്റ് എടുത്തിട്ട് കൊടുക്കുക. ഒന്നെങ്കിൽ ഇവിടുന്ന് പുതിയ റെക്ടാങ്കിൾ ലൈറ്റ് എടുത്ത് കൊടുക്കുക, അതല്ലെങ്കിൽ ഇതിന്റെ കോപ്പി എടുക്കുക. ഇതിന്റെ കോപ്പി കൺട്രോൾ C എടുത്ത് കോപ്പി എടുക്കുക. കൺട്രോൾ V അടിച്ച് പേസ്റ്റ് ചെയ്തിട്ട് ഇതിനൊന്ന് അതിന്റെ അലൈൻമെന്റ് കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ആക്കി വെക്കുക. അതിനുശേഷം ഈ എഡ്ജ് സെലക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ ഒരു എൻഡ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ കൊടുന്ന് വെക്കുക. ജസ്റ്റ് അതിനൊന്ന് സ്കെയിൽ ചെയ്യുന്നുണ്ട്. സ്കെയിൽ ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ ലൈറ്റും കൂടി സെലക്ട് ചെയ്യുക. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് മേക്ക് എ യൂണീക്ക് അടിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ താഴോട്ട് കൊടുക്കുന്ന ലൈറ്റിന്റെ വാല്യൂം ഈ ലൈറ്റിന്റെ വാല്യൂം ഡിഫറൻസ് ഉണ്ടാവും. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതിന്റെ സൈസ് കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക. ജസ്റ്റ് ഒരു 0.1 mm താഴോട്ട് ഇറക്കി വെക്കുന്നുണ്ട്. അപ്പൊ ഇത്ര ഉള്ളൂ നമ്മൾ ടി വി യൂണിറ്റ്. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് ഡീക്കോർ ഐറ്റംസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. അതിന് മുന്നേ അതിന്റെ മെറ്റീരിയലും കൂടി ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻസ്കേപ്പാണ് ഞാൻ പൊതുവെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എൻസ്കേപ്പ് മെറ്റീരിയൽ എഡിറ്റർ എടുത്തിട്ട് ഈ ഒരു പാനലിങ്
ഒരു 30% റിഫ്ലക്ഷൻ കൊടുക്കുന്നുണ്ട്. ഈ ലൂവർ പാനലും ഒരു 50% കൊടുക്കുക. ഈ ഒരു വൈറ്റ് കളർ 0 ആയി കൊടുക്കുക. റഫ്നെസ് വേറെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല കേട്ടോ, ജസ്റ്റ് റിഫ്ലക്ഷൻ മാത്രമേ സെറ്റ് ചെയ്യുന്നുള്ളൂ. ഈ ഒരു വുഡ് ഒരു 50%, ഒരു 40% ആയി കൊടുക്കുന്നുണ്ട്. അതിന് ബമ്പിൽ യൂസ് ആൽബിഡോ കൊടുത്തിട്ട് അതിന്റെ വാല്യൂ ഒരു 0.28-30 ഒക്കെ ആക്കുന്നുണ്ട്. ഓക്കെ, ഈ ഹാൻഡിലിന്റെ ഈ ഗോൾഡൻ കളർ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എൻസ്കേപ്പിന്റെ ഗോൾഡ് ആയിട്ട് റീപ്ലേസ് ചെയ്യാം. ഒന്നെങ്കിൽ ഇതിവിടെ എന്താ പറയാ റിഫ്ലക്ഷനും കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ എപ്പോഴും എൻസ്കേപ്പിന്റെ ആണ് റീപ്ലേസ് ചെയ്യല്. നെറ്റ് ഒന്ന് കണക്ട് ചെയ്യട്ടെ. ഈ ബ്രാസ് റഫ് എന്നുള്ളത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതിൽ ഏത് വേണമെങ്കിലും എടുത്ത് കൊടുക്കാം. ഞാൻ എന്തായാലും ഇത് റീപ്ലേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്ര ഉള്ളൂ. പിന്നെ നമ്മളെ ഈ ഒരു സംഭവം നമ്മുടെ എമിസിങ് മെറ്റീരിയൽ അത് ജനറിക് മാറ്റിയിട്ട് സെൽഫിൽ എലിമിനേറ്റർ ആയി കൊടുക്കുക. അതിന്റെ കളർ ജസ്റ്റ് ഒന്ന് ഈ ഒരു ലെവലിൽ സെറ്റ് ചെയ്തെടുക്കുക. ഇപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മളിത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് ഡീക്കോർ ഐറ്റംസുകൾ കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ പിന്നെ കസ്റ്റം അസറ്റുകളാണ്, അതായത് ഞങ്ങൾക്ക് ഒരുപാട് കസ്റ്റം അസറ്റുകൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഡീക്കോറുകൾ തന്നെ പിന്നെ 100+ ഡീക്കോർ ഐറ്റംസുകൾ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് മുഴുവനായിട്ടില്ല, ബാക്കി സംഭവങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമ്മളിത് പിന്നെ ഒരു ചെറിയ എമൗണ്ടിന് ഇത് സെല് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ അപ്പോൾ നമ്മളെ കോൺടാക്ട് ചെയ്യുക. എന്തായാലും ഇത് ഫിനിഷ് ആയിട്ട് നമ്മൾ അറിയിക്കുന്നതായിരിക്കും. എനിവേ ഇത് ചെയ്യുന്നതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മളെ വർക്കിൽ ഒരുപാട് ലോഡ് കുറക്കാൻ പറ്റും. നമ്മൾ ഈ ഡീക്കോർ ഐറ്റംസുകൾ, ചെയർ, ഡൈനിങ് ടേബിൾ ഒക്കെ നമ്മൾ പിന്നെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് സൈസ് ആവും നമ്മളെ പ്രോജക്റ്റിന്. അപ്പോൾ ഒരുവിധം സൈസ് ഈ പ്രോക്സി കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നതുകൊണ്ട്, അതായത് കസ്റ്റം അസറ്റ് കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പിന്നെ മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. മുഴുവനായി കഴിഞ്ഞാൽ നമ്മളത് പിന്നെ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, എനിവേ നമുക്ക് പിന്നെ ഡീക്കോർ ഐറ്റംസുകൾ കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ചിട്ട് ഇതിനൊന്ന് സേവ് ചെയ്യാം. ഇതാകുമ്പോഴുള്ള ഗുണം അതാണ്. ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് പിന്നെ നമ്മളെ പ്രോജക്റ്റിൽ ഇമ്പോർട്ട് ആവുക. അതുകൊണ്ട് തന്നെ ഹെവി ലോഡ് കാര്യങ്ങളൊന്നും വരില്ല. നമ്മൾ എൻസ്കേപ്പിന്റെ നോർമൽ പ്രോക്സി അസറ്റ്സ് യൂസ് ചെയ്യുന്നില്ലേ, ആ സെയിം മെത്തേഡിലായിരിക്കും ഇവിടെ നമുക്ക് വർക്ക് ചെയ്യുക. അതായത് മെറ്റീരിയൽസിന്റെ ലോഡും അതുപോലെ തന്നെ സെഗ്മെന്റ്സിന്റെ ലോഡൊന്നും നമുക്ക് നമ്മുടെ പ്രോജക്റ്റിൽ ഉണ്ടാവില്ല. ഒരുവിധം പിന്നെ വലിയ ഹെവി സിസ്റ്റം അല്ലാത്ത, അതായത് ഇതുപോലത്തെ സംഭവങ്ങൾ, ഇതിപ്പോ എൻസ്കേപ്പിന്റെ അസറ്റ് ആണ്. അപ്പോ അതുപോലെ നമ്മൾ മാനുവലായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ആ കാണുന്നത്. ഓക്കെ, ഈ കസ്റ്റം അസറ്റ്സിൽ. അപ്പൊ അത് കൊടുക്കുന്നതിന്റെ ഗുണം അതാണ്, പ്രോജക്റ്റിന്റെ ലോഡ് ഒരുപാട് നമുക്ക് കുറക്കാൻ പറ്റും. സിമ്പിൾ ആയിട്ട് ഈസി ടു യൂസ് ആയിട്ട് യൂസ് ചെയ്യാം. നമ്മൾ വീറയിലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ കോസ്മോസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ എനിവേ നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതെല്ലാം കൂടി ഗ്രൂപ്പ് ചെയ്തിട്ട് ഇതൊന്ന് ഡിലീറ്റ് ആക്കുക. അതിനുശേഷം മോഡൽ ഇൻഫോയിൽ വന്നിട്ട് ഒന്ന് സേവ് അടിക്കുന്നുണ്ട്. അതിന് ശേഷം സ്റ്റാറ്റിക്സിൽ വന്നിട്ട് ഇതൊന്ന് അൺപർജ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 16 ആവശ്യമില്ലാത്ത മെറ്റീരിയലൊക്കെ പോയിട്ടുണ്ട്. അതിനുശേഷം ഒന്നും കൂടി സേവ് ചെയ്തിട്ട് അപ്പം ഇത്രേ ഉള്ളൂ നമ്മളെ പിന്നെ ഇത് വരുന്നത്, മോഡലിംഗ് വരുന്നത്. ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇതിനെ നേരെ കോപ്പി ചെയ്തിട്ട് നമ്മളെ പ്രോജക്റ്റിലോട്ട് പേസ്റ്റ് ഇൻ പ്ലേസ് അടിക്കലാണ്. പ്രോജക്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ അതിൽ വന്ന് പേസ്റ്റ് ഇൻ പ്ലേസ് അടിക്കുമ്പോൾ ഈ ഒരു പൊസിഷനിൽ സെറ്റ് ആവും. ഈ ഒരു രീതിയിലാണ് ഞാൻ പിന്നെ ഫർണിച്ചർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യല്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ വീഡിയോസ് കാണുന്നതിൽ 40% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, എല്ലാവരും കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇന്റീരിയർ ഡിസൈനിങ് പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും.